പൊതുവെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരുന്നത് NRIസിനാണ്. കാരണം NRIസിനാണ് നാട്ടിൽ അവർക്ക് വെഡിങ് നടത്താൻ വേണ്ടി പ്രോപ്പർ ഒരു പ്രൊഫഷണൽ ടീമിൻ്റെ ആവശ്യങ്ങൾ വരാറുള്ളത്. അപ്പം ഇത് പൊതുവേ അവർക്ക് ചെയ്യുമ്പം അവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ ആൾക്കാരെ ഒരു വെഡിങ് പ്ലാനറെ സെലക്ട് ചെയ്യുമ്പോൾ രണ്ട് ലെവലിലെ കാര്യങ്ങൾ ചിന്തിക്കണം. ഒന്നൊരു ബേസിക് പ്രിലിമിനറി എൻക്വയറി എന്ന് പറയുമ്പോൾ അവരുടെ ഡിജിറ്റൽ പ്രൊഫൈൽസ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഗൂഗിൾ റിവ്യൂസ് ആകാം, അല്ലെങ്കിൽ അവരുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽസ് ആകാം, മറ്റുള്ള ഡിജിറ്റൽ പ്രൊഫൈലുകളെല്ലാം കയറി നോക്കിയിട്ട് അവർ ചെയ്തേക്കുന്ന വർക്കുകൾ. ഇപ്പം ഗൂഗിളിലാണെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ അവരുടെ പ്രീവിയസ് കസ്റ്റമർ റിവ്യൂസ്, അപ്പോൾ റിവ്യൂസിൻ്റെ എണ്ണം നോക്കണം. ഇപ്പം ഒരു 10 റിവ്യൂ 50 റിവ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അതിനകത്ത് ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള റിവ്യൂസ് ആണ്. എപ്പോഴും ഒരു 100 റിവ്യൂ അല്ലെങ്കിൽ 200 റിവ്യൂനൊക്കെ മുകളിലാണ് അതിനകത്തൊക്കെ ഉള്ള ഫാബ്രിക്കേറ്റഡ് റിവ്യൂസ് ഉണ്ടാവാനുള്ള സാധ്യത കുറവ്. ഫാബ്രിക്കേറ്റഡ് റിവ്യൂസ് ഉണ്ടെങ്കിൽ തന്നെ ജെന്യൂൻ റിവ്യൂസിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. അപ്പം റിവ്യൂസ് നല്ലതാണ്, കുറേ ക്ലയൻസ് നല്ലത് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ബേസിക് ഫിൽട്രേഷൻ അവിടെ തന്നെ ചെയ്യാം. പിന്നീട് രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ കയറിയിട്ട് ഇവർ പ്രീവിയസ് ചെയ്തേക്കുന്ന വർക്കുകൾ ശ്രദ്ധിക്കും. ഇവർ ചെയ്തേക്കുന്ന വർക്കുകളുടെ വോളിയം എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്വാളിറ്റി എങ്ങനെയാണ്, അതിൻ്റെ ഒരു ഡിസൈൻസിൻ്റെ ഒരു ഇന്നോവേഷൻസ് എങ്ങനെയുണ്ട്, അപ്പം പുതുമയുണ്ടോ, അല്ലെങ്കിൽ റിപ്പീറ്റ് ഡിസൈൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ടീമിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ ഈ രണ്ട് ക്രൈറ്റീരിയ ശ്രദ്ധിക്കാം. ഡിജിറ്റൽ പ്രൊഫൈൽസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാം.